ഹലോ ഫ്രണ്ട്സ്, ഫോൺടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൊബൈൽ ടെക്നീഷ്യന്മാർ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മൾട്ടിമീറ്റർ. മൾട്ടിമീറ്റർ കൊണ്ട് മാത്രം നമുക്കൊരു ഫോണിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ കഴിയില്ലെങ്കിലും നമുക്ക് അതിൻ്റെ ആദ്യ പടി എന്ന നിലയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മൾട്ടിമീറ്റർ. അത് വളരെ നല്ല രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ അറിയുമെങ്കിൽ അത് വളരെ നമുക്ക് ഉപയോഗപ്രദമാണ്. അതുപോലെ തന്നെ മൾട്ടിമീറ്റർ രണ്ട് വിധത്തിലുണ്ട്. അതിൽ ഇവിടെ ആദ്യം കാണുന്ന ഈ മൾട്ടിമീറ്റർ നമ്മൾ ഡിജിറ്റൽ മൾട്ടിമീറ്റർ എന്ന് പറയും. അതുപോലെ തന്നെ ഈ രണ്ടാമത് കാണുന്ന ഈ മൾട്ടിമീറ്ററിൽ അനലോഗ് മൾട്ടിമീറ്റർ എന്നും പറയും. അപ്പോൾ ഇവിടെ ഇതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമുക്കത് ഓരോ വീഡിയോയിലായിട്ട് നമുക്കത് മനസ്സിലാക്കാം. കുറച്ചും കൂടി എളുപ്പം, നമുക്ക് റീഡിംഗ് ഒക്കെ കുറച്ചും കൂടി എളുപ്പം നമുക്ക് ഡിജിറ്റൽ മൾട്ടിമീറ്ററിലാണ്. പക്ഷേ നമുക്ക് റീഡിംഗ് ഇതിലായാലും കിട്ടും, അനലോഗ് മൾട്ടിമീറ്ററിലായാലും നമുക്ക് റീഡിംഗ് കിട്ടും. പക്ഷേ അതിൽ കുറച്ച് വാല്യൂസൊക്കെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് നമുക്ക് ഇനിയൊരു സെപ്പറേറ്റ് വീഡിയോയിൽ തന്നെ നമുക്ക് അനലോഗ് മൾട്ടിമീറ്ററിൻ്റെ പ്രത്യേകം വീഡിയോ ഉണ്ടായിരിക്കും. ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ഡിജിറ്റൽ മൾട്ടിമീറ്റർ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു പ്രോബ്, ഇതിന് പ്രോബ് എന്ന് പറയുക, ഇത് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന വയറിനെ പ്രോബ് എന്ന് പറയും. ഒരു റെഡ് പ്രോബും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് പ്രോബും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് താഴെ കാണാൻ പറ്റും COM എന്ന് എഴുതിയിട്ട് ഇവിടെ ഗ്രൗണ്ടിൻ്റെ ചിഹ്നം കാണാം. ഇവിടെ ഗ്രൗണ്ടിൻ്റെ ചിഹ്നം വരച്ചിട്ട് കാണാം. അതുപോലെ തന്നെ ഇവിടെ COM എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു ഹോള് കാണാം. അതുപോലെ തന്നെ ഇവിടെ V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്. അതുപോലെ തന്നെ അടുത്ത ചിഹ്നം ഓം ആണ്. അടുത്തത് മില്ലി ആംപിയർ ആണ്. ഇവിടെ ഒരു ഹോള് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഇവിടെ 10 ആംപിയർ എന്ന് എഴുതിയിട്ടുണ്ടാവും, 10 എന്ന് എഴുതിയിട്ടുണ്ടാവും, ആംപിയർ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇവിടെ ഒരു മുകളിൽ ഒരു ഹോള് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് പ്രോബും ഈ റെഡ് പ്രോബും നമ്മളെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ COM എഴുതിയെടുക്കുക, നമ്മൾ അവിടെ ബ്ലാക്ക് പ്രോബാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ തൊട്ട് മുകളിൽ വോൾട്ടേജ് ഓം, മില്ലി ആംപിയർ, വോൾട്ടേജും അളക്കാം. അതുപോലെ തന്നെ റെസിസ്റ്റൻസ്, അതായത് ഓം അളക്കാം. അതുപോലെ തന്നെ മില്ലി ആംപിയറും നമുക്ക് ഇതിൻ്റെ അകത്ത് അളക്കാൻ പറ്റും. നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് വോൾട്ടേജും ഓമും ആണ്. നമ്മൾ കൂടുതലായിട്ട് ഈ റേഞ്ചിൽ ഈ പിന്നിൽ വിട്ടുകൊണ്ട് നമ്മൾ അളക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു പിന്നീട് 10 ആംപിയറിൻ്റെ ഇതുണ്ട്. നമ്മൾ പൊതുവേ യൂസ് ചെയ്യാൻ നമുക്ക് അത് എത്ര ആംപിയർ എടുക്കുന്നുണ്ടെന്നുള്ളത്, നമുക്ക് ഒരു സർക്യൂട്ട് എത്ര ആംപിയർ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിൻ്റെ മുകളിൽ ഓഫ് പൊസിഷനാണ്, ഓഫിൻ്റെ പൊസിഷനാണ്. ഇവിടെ ഒരു മാർക്ക് കാണാൻ പറ്റും. അത് നേരെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഓഫാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മൊബൈൽ ടെക്നീഷ്യൻ ഫീൽഡിൽ ഇപ്പം പല മേഖലയിലുള്ള ആൾക്കാരും മൾട്ടിമീറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. പല ഇലക്ട്രോണിക്സ് മേഖല മാത്രമല്ല, മൊബൈൽ ഫോൺ മേഖല മാത്രമല്ല, ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് വൈദ്യുതിയായിട്ട് ഇലക്ട്രിസിറ്റി വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള എല്ലാ മേഖലകളും മൾട്ടിമീറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഉപകരണങ്ങളും ചെക്ക് ചെയ്യേണ്ട ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് എല്ലാം നമുക്ക് മൊബൈൽ ഫീൽഡിൽ ആവശ്യമില്ല. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഡയോഡിൻ്റെ ചിഹ്നം, അതുപോലെ തന്നെ ഒരു സൗണ്ടിൻ്റെ ചിഹ്നം നമുക്കിവിടെ കാണാൻ പറ്റും. ഈ സൗണ്ട് എന്ന് പറയുന്നത് ബീപ്പ് സൗണ്ടാണ്. ബീപ്പ് സൗണ്ട് അടിക്കുന്നതിൻ്റെ അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിന് നമ്മൾ ബസർ റേഞ്ച് എന്നും കൂടി നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡയോഡിൻ്റെ ചിഹ്നം ഉണ്ട്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഡയോഡ് മോഡ് എന്നും കൂടി നമ്മൾ പറയാറുണ്ട്. ബസർ മോഡ് അല്ലെങ്കിൽ ബസർ റേഞ്ച് അല്ലെങ്കിൽ ഡയോഡ് മോഡ് അല്ലെങ്കിൽ ഡയോഡ് റേഞ്ച് എന്നൊക്കെ നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇവിടുന്ന് മുതൽ ഈ ഒരു പോയിൻ്റ് മുതൽ ഇവിടെ നമുക്ക് 2000 ഓംസ് വരെയാണ് നമുക്കൊരു സർക്യൂട്ടിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുക. ഏകദേശം 2000 ഓംസ് വരെ ചെക്ക് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ 200 ഓംസ് ചെക്ക് ചെയ്യേണ്ടെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്യുക. 2000 ഓംസ് ഉള്ളിൽ ചെക്ക് ചെയ്യേണ്ട ഇവിടെ ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ 20,000 ഓംസ് ചെക്ക് ചെയ്യേണ്ടെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇത് 200K ആണ്. അതുപോലെ തന്നെ ഇത് 2000K ആണ്. അപ്പോൾ ഇവിടെ നിന്ന് മുതൽ നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വരെ നമുക്ക് ഈ ഭാഗം ഉപയോഗിക്കാം. ഇതിന് നമ്മൾ പൊതുവായിട്ട് കണ്ടിന്യൂറ്റി റേഞ്ച് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു സർക്യൂട്ടിൻ്റെയോ അല്ലെങ്കിൽ നമ്മളൊരു കമ്പോണൻറ്റിൻ്റെയോ റെസിസ്റ്റൻസ് നോക്കാനാണ് നമ്മൾ ഈ ഭാഗം ഇത് മുതൽ ഇങ്ങനെ വന്ന് ഈ ഭാഗം വരെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ,
അപ്പോൾ കൂടുതലും ഇതിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ റേഞ്ചാണ്, ഈ ഡയോഡ് മോഡ് റേഞ്ചാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ വോൾട്ടേജ് DC വോൾട്ടേജിൻ്റെ DCൻ്റെ ചിഹ്നം ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ B എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ DC വോൾട്ടേജാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ 200 മില്ലി വോൾട്ട് മുതൽ 200 മില്ലി വോൾട്ട്, 2000 മില്ലി വോൾട്ട്, 20 വോൾട്ട്, 200 വോൾട്ട്, അതായത് 200 വോൾട്ട്. അപ്പോൾ ഇത്രയും റേഞ്ച് നമുക്ക് ഇവിടെ DC വോൾട്ട് 1000 വോൾട്ട് ഉണ്ട് കേട്ടോ. അതിന് മുകളിൽ 1000 വോൾട്ടും കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് DC വോൾട്ട് റേഞ്ച് നമുക്ക് ഈ 200 മില്ലി വോൾട്ട് മുതൽ 1000 വോൾട്ട് വരെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പൊതുവായിട്ട് മൊബൈൽ ടെക്നീഷ്യൻസ് യൂസ് ചെയ്യുന്നത് ഈ DC 20 വോൾട്ടാണ്, 20 അല്ലെങ്കിൽ 200 വോൾട്ടാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ AC ആണ്, ഇത് AC റേഞ്ചാണ്. ഇവിടെ നടുക്ക് ഓഫാണ്. അപ്പോൾ ഇവിടെ വലത്തുഭാഗത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ AC-ൻ്റെ ചിഹ്നം കാണാം, ഇങ്ങനെ ഒരു വേവിൻ്റെ ചിഹ്നം കാണാം. അത് AC ആണ്, AC വോൾട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 750 വോൾട്ട്, 200 വോൾട്ട് ഇതിലുള്ള AC വോൾട്ട് നമുക്ക് ഇവിടെ ഇട്ട് ചെക്ക് ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആംബിയർ DC ആംബിയറാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ DC-ൻ്റെ ചിഹ്നം കാണാം. അതുപോലെ തന്നെ 200 മൈക്രോ ആംബിയർ, അതുപോലെ തന്നെ 20 മില്ലി ആംബിയർ, 200 മില്ലി ആംബിയർ. ഇത് വളരെ ചെറിയ ആംബിയർ ചെക്ക് ചെയ്യുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് DC 10 ആംബിയർ ഇവിടെ വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊന്നും നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ല. നമ്മൾ മൊബൈൽ ടെക്നീഷ്യൻസ് ഫീൽഡിൽ നമുക്ക് ഈ ഒരു ഡയോഡ് മോഡ് മുതൽ ഇവിടെ വരെയുള്ള ഭാഗങ്ങൾ, അതുപോലെ തന്നെ ഇതിൽ നമ്മൾ 20-ഉം 200 ഓമാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിജിറ്റൽ മൾട്ടിമീറ്ററുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഡയോഡ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത ഭാഗത്ത് 1 എന്നുള്ളത് കാണാൻ പറ്റും. ഇത് നോ റീഡിംഗ് ആണ്. ഇതിന് നമ്മൾ റീഡിംഗ് ആയിട്ട് കണക്ക് കൂട്ടില്ല. കാരണം ഇവിടെ 1 എന്ന് കൊടുക്കുന്നത് ഇവിടെ ഇത് ഈ 1 എന്നില്ലെങ്കിൽ നമ്മൾ ഇത് ഓണായിനോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഡിക്കേഷനായിട്ടാണ് ഇത് ഇവിടെ 1 എന്ന് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നോ റീഡിംഗ് ആണ്. നോ റീഡിംഗ് ഇല്ല. അങ്ങനെ നമ്മൾ ഈ 2 പ്രോബ് നമ്മൾ ഷോർട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റും 001, അതായത് 1 ഓം ആണ്. അതായത് നമുക്ക് ചില മൾട്ടിമീറ്ററുകൾ മാത്രമേ 0-ൽ വന്നിട്ടുള്ളൂ, ചിലത് നമുക്ക് 001 ആയിട്ട് വന്ന് നിൽക്കുന്നതെന്ന് കാണാൻ പറ്റും. അത് ചെറിയ ഈ വയറിൻ്റെ ചെറിയ റെസിസ്റ്റൻസ് ആണ് അവിടെ കാണിക്കുന്നത്. വളരെ ചെറിയ റെസിസ്റ്റൻസ് ആണ് അവിടെ കാണിക്കുന്നത്. 1 ഓം എന്ന് പറഞ്ഞാൽ നമ്മളതിനെ 0 ആയിട്ടാണ് കണക്ക് കൂട്ടാറ്. 0 ഓമാണ് കണക്ക് കൂട്ടാറ്. അപ്പോൾ ഇവിടെ ഈ 3 ഡിജിറ്റൽ 3 ഡിജിറ്റാണിത്. ഇതിൽ ഇപ്പോൾ ഇത് 1 ഓമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ 2 കാണിച്ചാൽ 2 ആണ്. ഇനി സെൻറ്ററിൽ 1 കാണിച്ച് ഇവിടെ 0 കാണിക്കുന്നുണ്ട് 10 ഓം ആയിരിക്കും. ഏറ്റവും ഇടത് ഭാഗത്ത് 1 കാണിച്ച് ഈ ഒന്നാമത്തെ ഡിജിറ്റിൽ 1 കാണിച്ച് ഇവിടെ 0 കാണിച്ചു കഴിഞ്ഞാൽ അത് 100 ഓമാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ 1 ഓം, ഈ 1 സെൻറ്ററിലാണെങ്കിൽ 10 ഓമായി. ആ 1 ഏറ്റവും ഇടത് ഭാഗത്തുള്ള ആ ഡിജിറ്റിലാണെങ്കിൽ അത് 100 ഓമാണ്. ഇങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യാറ്. ഇതിൽ വളരെ വ്യക്തമായിട്ട് നമുക്കതിൻ്റെ അത് കാണാൻ പറ്റും എത്ര ഓമാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടിന്യൂറ്റി റേഞ്ചിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറിപ്പോവാറുണ്ട്. അതെപ്പോഴും ശ്രദ്ധിക്കണം. മൾട്ടിമീറ്ററിന് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഇതിലിട്ടിട്ടുകൊണ്ട് നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ മൾട്ടിമീറ്ററിന് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് വോൾട്ടേജ് റേഞ്ചിലേക്ക് മാറ്റി നോക്കാം. ഇതെല്ലാം കണ്ടിന്യൂറ്റി റേഞ്ചിൽ എല്ലാത്തിലും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അടുത്ത ഭാഗത്ത് 1 തന്നെയായിട്ടാണ് കാണാൻ പറ്റും. നമുക്ക് DC വോൾട്ടേജ് 20-ലിട്ട് നോക്കാം. ിട്ട് കഴിഞ്ഞാൽ നമുക്ക് 0 ആണ് കാണിക്കേണ്ടത്. ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും, അത് കുഴപ്പമില്ല. ഇവിടെ നമുക്ക് 0 കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ബാറ്ററി ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിലിട്ടിട്ടാണ് നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്യുന്നത്. 20 വോൾട്ടിലിട്ടിട്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന 2 ഭാഗങ്ങൾ. ഈ കണ്ടിന്യൂറ്റി റേഞ്ചും അതുപോലെ തന്നെ DC വോൾട്ടേജ് റേഞ്ചുമാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഓരോ കമ്പോണൻറ്റുകളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ആ കമ്പോണൻറ്റുകൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം.